കഥയുടെ തുടക്കത്തിൽ ഒരു കാടിന് നടുവിലുള്ള ഒരു റോഡിലൂടെ ഒരു കാറ് നല്ല വേഗതയിൽ അങ്ങനെ പോകുന്നുണ്ട്. ആ കാറ് നേരെ ചെല്ലുന്നത് ഒരു കടയിലാണ്. ആ കാറിൽ തന്നെ ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ കടയിൽ കയറിയിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഷോപ്പ് കീപ്പറിനെ ചെന്ന് കാണാണ്, സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ജോസഫിന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. അത് കടയിൽ നിന്ന് എടുത്തതാണ്. ഈ സ്ഥലത്തിന്റെ ഒരു മാപ്പാണത്. ഇപ്പൊ ജോസഫ് ആ മാപ്പ് എടുത്തിട്ട് അതിൽ നോക്കുമ്പോൾ ഷോപ്പ് കീപ്പർ ആ മാപ്പിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ജോസഫ് എവിടാണുള്ളത്, എങ്ങോട്ടാണ് പോകേണ്ടത്. ആ മാപ്പിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതിന്റെ പേര് ഡെവിൽസ് ഡെൻ എന്നാണ്. അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി ഈ ഷോപ്പ് കീപ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേയധികം ആൾക്കാർ ഈ പ്രേതകഥയൊക്കെ കേട്ടിട്ട് ആ സ്ഥലം കാണാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഷോപ്പ് കീപ്പർ ജോസഫും അങ്ങനെ വന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത്. അന്നേരമായിരിക്കും അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് ഓടുന്നത്. അതായത് ജോസഫ് ഒരു ക്രിമിനൽ ആണെന്നും ജോസഫിനെ പിടിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു തുക പാരിതോഷികമായി കിട്ടുമെന്നും പറയുന്നുണ്ട്. ഇത് ജോസഫും അതുപോലെ തന്നെ ഷോപ്പ് കീപ്പറും കാണുന്നുണ്ട്. ഷോപ്പ് കീപ്പറിന് മനസ്സിലായി ജോസഫ് ഒരു ക്രിമിനൽ ആണെന്ന്. പെട്ടെന്ന് തന്നെ ജോസഫ് ആ ഒരു ഷോപ്പ് കീപ്പറിനെ എന്തോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കാണിക്കുന്നില്ല. ചിലപ്പോൾ വെടിവെച്ച് കൊന്നതായിരിക്കാം. പിന്നീട് ജോസഫ് വെപ്രാളപ്പെട്ട് പുറത്തോട്ടിറങ്ങി വരികയാണ്. ആ കടയിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതിനൊന്നും പൈസയും കൊടുത്തിട്ടില്ല. ഇതിനുശേഷം ജോസഫ് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ പോലീസൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ജോസഫ് എടുത്തോണ്ട് വന്ന സാധനത്തിന്റെ കൂട്ടത്തിലുള്ള മാപ്പ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ മാപ്പ് കാറിലില്ല. ആ കടയിൽ നിന്ന് എടുക്കാനായിട്ട് മറന്നുപോയി. ജോസഫിന് ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ കാർ ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കുറെ നേരം പേടിച്ചങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും സൈഡിലായിട്ട് ഡെവിൽസ് ഡെൻ എന്ന് പറയുന്ന സ്ഥലപ്പേര് കാണുന്നത്. അതിനർത്ഥം മാപ്പില്ലേലും ഈ ബോർഡ് നോക്കി പോകാനായിട്ട് പറ്റും. അങ്ങനെ ജോസഫ് കാർ എടുത്ത് ആ ഒരു വഴിയിലൂടെ പോവുകയാണ്. കാടിന്റെ നടുവിലാണ് ആ ഒരു വഴി. അങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും കാറിന് എന്തോ പറ്റുന്നത്. എന്താണെന്ന് അറിയാനായിട്ട് ജോസഫ് കാർ ഒതുക്കിയിട്ട് പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ ടയർ പഞ്ചറായിട്ടുണ്ട്. അങ്ങനെ ടയറിൽ നോക്കുമ്പോഴാവട്ടെ വലിയൊരു ആണി പൊത്ത് കയറിയിട്ടാണ് പഞ്ചറായത്. ആരോ മനഃപൂർവ്വം ട്രാപ്പ് വെച്ചതുപോലാണ് ആ ആണി കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും ജോസഫ് അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കാർ എടുത്ത് മുമ്പോട്ട് പോവാണ്. പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വീട് കാണുന്നുണ്ട്. അങ്ങനെ കാർ അവിടെ ഒതുക്കിയിട്ട് ജോസഫിന്റെ കാറിൽ നിന്ന് എന്തോ ഒരു ബാഗും എടുത്തിട്ട് ആ വീടിനുള്ളിലോട്ട് കയറിപ്പോവും. അവിടെ ചെന്ന് ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോഴോ ഡോറ് തുറക്കുന്നില്ല. പിന്നെ ആ വീടിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് പുറത്തു നിന്ന് അങ്ങനെ നോക്കുകയാണ്. പെട്ടെന്നായിരിക്കും തുറക്കാത്ത ഡോറ് പതിയെ തുറക്കുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് ജോസഫ് ആ ഡോറിനുള്ളിലൂടെ അകത്തോട്ട് കയറി പോവാണ്. വീടിനുള്ളിൽ ജോസഫിന് കയറാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വീടിനുള്ളിൽ കയറി അവിടെ എവിടെയൊക്കെ നടന്ന് നോക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിനുള്ളിൽ ഒരു ബാത്ത് ടബ് ഉണ്ട്. അതിൽ കുറേയധികം തുണികളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. വീണ്ടും ആ വീട് അങ്ങനെ പരിശോധിക്കുമ്പോൾ വേറൊരു ബെഡ്റൂമിൽ വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ ബെഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വിശ്രമിക്കാന്ന് വിചാരിച്ച് ബെഡിൽ കിടക്കുമ്പോഴായിരിക്കും ആ ഒരു ഡോറിൽ കൊട്ടുന്നത് പോലെ ശബ്ദം കേൾക്കുന്നത്. അതുപോലെ ആ ഡോറിന്റെ സൈഡിലായിട്ട് ഭിത്തിയിൽ ചെറിയൊരു ഓട്ടയുണ്ട്. അതായത് ഒരു ഹോള്. പിന്നെ ജോസഫിന്റെ ഒരു തോക്കുണ്ട്. ജോസഫ് ഇപ്പൊ പേടിച്ചിട്ട് ആ തോക്കും എടുത്തിട്ട് ആ ഹോളിൽ പോയി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കോടാലി വന്ന് ആ ഭിത്തി തകർക്കുന്നത്. ജോസഫ് പെട്ടെന്ന് തന്നെ പിന്നിലോട്ട് പേടിച്ച് മാറുകയാണ്. തോക്കെടുത്ത് ആ ഭിത്തിക്ക് നേരെ ഷൂട്ട് ചെയ്യും. ആരോ മനഃപൂർവ്വം ജോസഫിനെ കൊല്ലാനായിട്ട് കോടാലി വെച്ച് വെട്ടിയതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ജോസഫിനെ കൊണ്ടില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ ജോസഫ് ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അതും ഫ്രണ്ട് ഡോർ വന്ന് തുറക്കുമ്പോൾ അത് തുറക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ വഴി വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അടുക്കള വാതിൽ തുറക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുവഴി ഇറങ്ങി ഓടുമ്പോൾ ജോസഫിന്റെ കാലിൽ ഒരു ട്രാപ്പ് കൊള്ളുകയാണ്. കുറേയധികം മുള്ളാണികൾ ഒരു പലകയിൽ തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയിട്ട് ജോസഫ് താഴെ വീഴാണ്. ഇനി ഇവിടെ നിൽക്കാനായിട്ട് സമയമില്ല. നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ജോസഫ് എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാലിൽ കൊണ്ട് ആ പലക ഇളക്കി മാറ്റുകയാണ്. അപ്പോഴായിരിക്കും ഒരു രൂപം ജോസഫിന്റെ മുമ്പിൽ അങ്ങനെ വന്ന് നിൽക്കുന്നത്. കോടാലിയൊക്കെ പിടിച്ചിട്ട് ഒരു രൂപം. ഇത് കണ്ട് പേടിച്ചിട്ട് ജോസഫ് അവന്റെ കാലിലുള്ള ആ സാധനമൊക്കെ ഇളക്കി മാറ്റിയിട്ട് വയ്യാത്ത കാലും വെച്ച് ഉന്തി ഓടിപ്പോവാണ്. പിന്നാലെ തന്നെ ആ രൂപം കോടാലിയും പിടിച്ചിട്ട് ജോസഫിനെ വെട്ടാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജോസഫ് ഒരു മരത്തിന്റെ സൈഡിലായിട്ട് ഒരു കല്ലും എടുത്ത് കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു രൂപം വരുമ്പോൾ ആ കല്ല് വെച്ച് അതിനെ ആക്രമിക്കാനായിട്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ജോസഫിന്റെ തലയിൽ ഒരു കോടാലി വന്ന് തറയ്ക്കുന്നത്. ആ ഒരു രൂപം മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ജോസഫിന്റെ തലയിൽ കോടാലി വെച്ച് വെട്ടിയത്. പിന്നീട് ആ രൂപം താഴെ വരുന്നുണ്ട്. ആ രൂപത്തിന്റെ മുഖമെല്ലാം എന്തോ പോലെ ഇരിക്കുകയാണ്. ആരൊക്കെയോ വലിച്ചു കീറി വെച്ചേക്കുന്നത് പോലെ. അതുപോലെ അതൊരു പെൺകുട്ടിയാണ് കേട്ടോ. പക്ഷെ അത് സാധാരണ മനുഷ്യനൊന്നും അല്ല. എന്തായാലും ആ പെൺകുട്ടിക്ക് നമുക്ക് മീന എന്ന് പേര് കൊടുക്കാം. പിന്നീട് മീന ജോസഫിന്റെ ബോഡി വലിച്ചോണ്ട് പോയിട്ട് ഒരു സൈഡിലിട്ട് പച്ചയ്ക്ക് തിന്നെയാണ്. അതിനർത്ഥം മീന ഒരു സാധാരണ മനുഷ്യനല്ല, എന്തോ സാത്താന്റെ വർഗത്തിൽ പെട്ടതാണ്. അങ്ങനെ ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജോസഫിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ലൈറ്റർ കിട്ടുന്നുണ്ട്. ആ ലൈറ്റർ എടുത്തിട്ട് കയ്യിലിട്ട് കത്തിക്കുകയാണ്. പക്ഷെ അവളുടെ ദേഹത്ത് ആ ലൈറ്ററിന്റെ ചൂട് തട്ടിയിട്ടും പൊള്ളുന്നൊന്നുമില്ല. അതുപോലെ ജോസഫിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ട്രാപ്പ് കിട്ടുന്നുണ്ട്. നേരത്തെ കാറിന്റെ ടയറിൽ കൊണ്ടൊരു ട്രാപ്പില്ലേ, ആ ട്രാപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ സ്ഥാനത്ത് തന്നെ വെക്കുകയാണ്. അതിനുശേഷം ജോസഫിന്റെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ കാറിന്റെ അടുത്ത് വന്നിട്ട് കാറ് തുറന്ന് അകത്ത് കയറുകയാണ്. അതിനുള്ളിൽ തന്നെ കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മീന കഴിക്കുകയാണ്. അപ്പോഴായിരിക്കും പിന്നിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. അത് വേറൊരു മനുഷ്യനാണ് കേട്ടോ. മീന പെട്ടെന്ന് തന്നെ പേടിച്ച് പുറത്തോട്ടിറങ്ങുകയാണ്. എന്നിട്ട് ഡിക്കി തുറന്ന് ആ രൂപത്തിനെ വന്ന് പിടിക്കുകയാണ്. അതൊരു
പയ്യനാണ് കേട്ടോ. അവന് നമുക്ക് അലക്സ് എന്ന് പേര് കൊടുക്കാം. അതുപോലെ മീന വന്ന് നോക്കുമ്പോൾ ആ പയ്യന് കണ്ണിന് കാഴ്ചയില്ല. കണ്ണിന്റെ ഭാഗമെല്ലാം ആരോ വലിച്ചു കീറി പൊള്ളിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അതുപോലെ മീനയുടെ മുഖം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്, ആരോ അടിച്ച് ചതച്ചതുപോലെ. എന്തായാലും ആ പയ്യൻ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ജോസഫ് ആണെന്നാ വിചാരിച്ചത്. ജോസഫ് വന്ന ഉടനെ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ ആ പയ്യൻ കാല് പിടിക്കുകയാണ്. അപ്പൊ മീനയ്ക്ക് പാവം തോന്നിയിട്ട് ആ പയ്യനെ വെറുതെ വിടുന്നുണ്ട്. പിന്നീട് മീന വീട്ടിനുള്ളിൽ വന്നിട്ട് ആ ഒരു ബാത്ത് ടബില്ലേ അതിൽ നിന്ന് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. അതൊരു പാന്റ് ആയിരുന്നു. ആ പാന്റ് എടുത്തുകൊണ്ട് വന്ന് അലക്സിന് കൊടുക്കുന്നുണ്ട്. കാരണം അലക്സ് പാന്റ് ഇട്ടിട്ടില്ല, പുറത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ മീന അവന് ആ ഒരു പാന്റ് കൊടുക്കുന്നുണ്ട്. അവനെ ഉപദ്രവിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ ജോസഫിനെ അവൾ ഉപദ്രവിച്ച് കൊന്നു കളഞ്ഞു. അതെന്തിനാണെന്ന് അറിയില്ല. എന്തായാലും ജോസഫും ആ പാന്റൊക്കെ വാങ്ങിച്ചിടുന്നുണ്ട്. അന്നത്തെ രാത്രി ജോസഫ് ആ കാറിനുള്ളിൽ തന്നെ കിടന്നുറങ്ങാണ്. ഈ നേരം മീന കാറിന്റെ പുറത്ത് അവന് കാവലിരിക്കുന്നുണ്ട്. അതും ജോസഫിന്റെ ലൈറ്ററൊക്കെ കത്തിച്ച് പിടിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മീന പഴയ കാലത്തിലോട്ട് പോകുന്നത്. അതായത് അവളുടെ ചിന്ത പഴയ കാലത്തിലോട്ട് പോകുന്നത്. പണ്ട് മീനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നപ്പോ, സാധാരണ ഒരു മനുഷ്യത്തി ആയിരുന്നപ്പോ അവൾ നല്ല രീതിയിൽ പടം വരയ്ക്കുമായിരുന്നു. അതായത് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. നല്ല കഴിവുള്ള പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുമ്പിലായിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. അവളുടെ അമ്മ, അതുപോലെ തന്നെ അച്ഛൻ, പിന്നെ അവള്. ഈ ഫാമിലി ഫോട്ടോ ഒരു ബോളിനുള്ളിലാണ് വരുന്നത്. എന്തായാലും അതൊക്കെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും താഴെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് അവള് താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മയുടെ കൂടെ വേറൊരാളുണ്ട്. പക്ഷെ അത് അവളുടെ അച്ഛനല്ല. ഈ അമ്മയും അതുപോലെ തന്നെ ആ മനുഷ്യനുമായിട്ട് എന്താ പറയാ നല്ല ബന്ധമുണ്ട്. അതായത് ഈ അമ്മയുടെ കാമകനാണ് അങ്ങേര്. പക്ഷെ മീനയ്ക്ക് ഇത് ഇഷ്ടമല്ല. അവൾ ഇത് പോയി നിൽക്കുമ്പോൾ അമ്മ അവളോട് ദേഷ്യത്തിൽ തന്നെ മുകളിലോട്ട് കയറി പോകാൻ പറയാണ്. പക്ഷെ അവള് പോകുന്നില്ല, ഇത് നോക്കി നിൽക്കുകയാണ്. അമ്മ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ആ കാമകൻ അവളെ രൂക്ഷമായിട്ട് നോക്കാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് മീന മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് അവൾ അവളുടെ റൂമിൽ വന്നിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ചിത്രം വരയ്ക്കുന്ന നേരത്ത് അവൾ പാട്ട് കേൾക്കുന്നുണ്ട് ഹെഡ്ഫോൺ വെച്ചിട്ട്. അപ്പോഴായിരിക്കും അവളുടെ തല നല്ല രീതിയിൽ വേദനിക്കാൻ തുടങ്ങുന്നത്. എന്തൊക്കെ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അവൾ തല നല്ല രീതിയിൽ പൊത്തി പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ ചിന്തയിൽ നിന്ന് അവൾ എണീക്കുകയാണ്. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. എന്തായാലും മീനയ്ക്ക് ബോധം വരുമ്പോൾ അലക്സ് മുമ്പിലായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പോയി വിളിച്ചുണർത്താണ്. അന്നേരമായിരിക്കും ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ട് വരുന്നത്. അങ്ങേര് വോക്കി ടോക്കി വഴി സംസാരിക്കുന്നുണ്ട്. അതും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിനോടാണ്, ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്, ആ പയ്യനെ കണ്ടെത്താറായെന്നാണ് തോന്നുന്നത്, ഒരു കാർ അവിടെ കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മീൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇപ്പൊ ഈ പോലീസ് ഓഫീസർ വന്ന് അലക്സിനെ കാണുന്നുണ്ട്. ഈ അലക്സിനെ ജോസഫ് തട്ടിക്കൊണ്ടു പോയതാണ് കേട്ടോ. അലക്സിനെയും അതുപോലെ തന്നെ ജോസഫിനെയും കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു പാരിതോഷികം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഓഫീസറിന് അത് അലക്സ് ആണെന്ന് മനസ്സിലായി. അതുപോലെ അലക്സ് പോലീസ് ഓഫീസറിനോട് വിളിച്ചു പറയുന്നുണ്ട്, അകത്ത് ജോസഫ് ഉണ്ട്, അവനെ പോയി പിടിക്കാനായിട്ട്. ഇത് മീന കേൾക്കുന്നുണ്ട്. മീനയ്ക്ക് മനസ്സിലായി എന്തായാലും പോലീസ് ഓഫീസർ ഉള്ളിലോട്ട് കയറി വരുമെന്ന്. അതുകൊണ്ട് തന്നെ മീന അവളുടെ റൂമിലുള്ള ഒരു അലമാര ഉണ്ടായിരുന്നു, അതിനുള്ളിൽ കയറി ഡോർ അടച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസ് ഓഫീസർ വീട്ടിനുള്ളിൽ കയറിയിട്ട് അവളുടെ റൂമിൽ വരുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാടധികം ചിത്രങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അലമാരയുടെ അടുത്ത് വരുമ്പോൾ അതിനുള്ളിൽ എന്തോ ഉള്ളതുപോലെ പോലീസ് ഓഫീസറിന് തോന്നും. സത്യമാണ്, അതിനുള്ളിൽ മീനയുണ്ട്. അപ്പൊ അലമാരയ്ക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരൂ, ഞാനിപ്പോ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാരെ നിൽക്കുന്നത്. എന്നാൽ മീന പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. പോലീസുകാരെ 3 വരെ എണ്ണും. പെട്ടെന്ന് തന്നെ മീന ഡോറ് തുറന്ന് പോലീസുകാരന്റെ ദേഹത്ത് ചാടി കയറി അങ്ങേരുടെ കഴുത്ത് കടിച്ച് പറിച്ചെടുക്കുകയാണ്. അതുപോലെ അങ്ങേരുടെ കണ്ണ് രണ്ടും കൂടെ കുത്തിയെടുക്കുന്നുണ്ട്. ഈ നേരം തന്നെ പോലീസ് ഓഫീസർ അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമെങ്കിലും ഒന്നും കൊള്ളത്തില്ല. അവൾ അവിടെ നോടി മാറിപ്പോവാണ്. പോലീസ് ഓഫീസർ അവള് പോയതും അയാളുടെ വോക്കി ടോക്കി എടുത്തിട്ട് ബാക്കിയുള്ള പോലീസുകാരെ ഇങ്ങോട്ട് അയക്കണം, അത് മനുഷ്യനല്ല, എന്തോ മൃഗമാണ്, ഒരിക്കലും മനുഷ്യനല്ല എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മീന വീണ്ടും വന്ന് അങ്ങേരെ ആക്രമിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം അവൾ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരും. കാറിൽ വന്ന് നോക്കുമ്പോൾ അലക്സിനെ കാണാനില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. എന്തായാലും പോലീസുകാരൊക്കെ ഇങ്ങോട്ട് വരും. അവൾ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അവൾ സാത്താനാണെങ്കിലും ഇംഗ്ലീഷൊക്കെ അറിയാം കേട്ടോ. ഒരു സമയത്ത് അവൾ മനുഷ്യത്തിയല്ലായിരുന്നോ. എന്താ നടന്നതെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ അവള് കാട്ടിലൂടെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അലക്സ് കണ്ണ് കാണാൻ വയ്യാതെ മുമ്പാകെ അങ്ങനെ നടന്നു പോകുന്നതായിട്ട് അവള് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ പിന്നിൽ പോയി പിടിച്ച് അവനെ താഴെ തള്ളിയിടുകയാണ്. എന്നിട്ട് അവനെ കടിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൻ ഭയങ്കര പാവമായിട്ട് അവളോട് പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ജോസഫിന്റെ അടുത്ത് എത്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ ജോസഫിന്റെ ഫാമിലിനെ കൊന്നുകളയും, അതുമല്ല എന്റെ പിന്നാലെ കുറേയധികം ആൾക്കാരുണ്ട്, അവരെന്നെ വന്ന് രക്ഷിച്ചുകൊണ്ട് പൊയ്ക്കോളും, ഞാൻ സത്യം തരാന്ന് പറഞ്ഞിട്ട് അവൾക്ക് സത്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് മീനയ്ക്ക് അവനോട് പാവം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ അവള് വെറുതെ വിട്ടിട്ട് മുമ്പോട്ട് നടന്നു തുടങ്ങും. അവനും പിന്നാലെ കണ്ണ് കാണാതെ അവള് നടക്കുന്ന ശബ്ദം വെച്ചിട്ട് അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ അവള് നടന്നു പോകുന്ന നേരത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാട്ടിലൊരു രാക്ഷസിയുണ്ട്, ആ രാക്ഷസി കാട്ടിൽ വരുന്ന എല്ലാരെയും കൊന്നു കളയും. കാരണം ആ രാക്ഷസിക്ക് മനുഷ്യരെയൊന്നും ഇഷ്ടമല്ല, മനുഷ്യരാണ് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെന്നാണ് ആ രാക്ഷസി ചിന്തിക്കുന്നത്. അപ്പോ അലക്സ് ചോദിക്കും, അതെന്താ രാക്ഷസിയായത്, രാക്ഷസനാവാനുള്ള ചാൻസ് ഇല്ലേന്ന്. അതിനർത്ഥം മറ്റൊന്നുമല്ല, ആ രാക്ഷസി നമ്മുടെ മീന തന്നെയാണ്. അതുകൊണ്ടാണ് അത് രാക്ഷസിയാണോ രാക്ഷസനാണോ എന്ന് അവൾക്ക് അറിയാവുന്നത്. എന്തായാലും നമ്മുടെ അലക്സിന് അറിയത്തില്ല അവള് രാക്ഷസിയാണെന്നുള്ള കാര്യം, കാരണം അവൻ അവളെ കണ്ടിട്ടില്ല. എന്തായാലും അവരവിടെ നിൽക്കുന്ന നേരത്തായിരിക്കും കുറേയധികം പട്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. അതിനർത്ഥം ആരൊക്കെയോ കാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്ന് മീനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മീന അലക്സിനെ
പിടിച്ചിട്ട് അവിടെ നോടാനായിട്ട് തുടങ്ങും. ഓടി ഓടി ഒരു ഗുഹയുടെ അടുത്ത് വരുന്നുണ്ട്. അവിടെ തന്നെ കുറേയധികം മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ആ ഗുഹയുടെ ഉള്ളിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ പതിയെ പതിയെ എഴഞ്ഞു കയറി ഒളിഞ്ഞിരിക്കുകയാണ്. അന്നേരമായിരിക്കും ആ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരു നായ ഇവരെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. മീന എന്താ ചെയ്യുന്നത്, ആ പട്ടിയെ നോക്കിയിട്ട് അതിനെ പേടിപ്പിക്കും. അതും പട്ടി അലറത്തില്ലേ, അതായത് ഇങ്ങനെ മുറിവത്തില്ലേ, അതേപോലെ ആ പട്ടിയുടെ അടുത്ത് കാണിക്കുമ്പോൾ പട്ടി പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. പിന്നീട് കുറെ നേരം കടന്നു പോകുന്നുണ്ട്. രണ്ടുപേരും ആ ഗുഹയിൽ അങ്ങനെ ഇരിക്കുകയാണ്. രാത്രി സമയമായിട്ടുണ്ട്. അലക്സ് പറയും ഇനി ഇവിടെ ഇരിക്കണ്ട, നമുക്ക് പുറത്തോട്ട് ഇറങ്ങിപ്പോവാന്ന്. പക്ഷെ മീന സമ്മതിക്കത്തില്ല. പുറത്ത് അവരുണ്ടെന്നാണ് മീന പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോണിൽ വിളിച്ചാൽ മതി, അതെനിക്ക് തരാമോ എന്ന് ചോദിക്കും. പക്ഷെ മീനയുടെ ഫോണൊന്നുമില്ല. അതുപോലെ ജോസഫ് എവിടെ പോയെന്ന് അലക്സ് ചോദിക്കുന്നുണ്ട്. മീന പറയും അലക്സിനെ ഞാൻ കൊന്നു. പക്ഷേ ജോസഫ് വിശ്വസിക്കത്തില്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അങ്ങേറെ ലൈറ്റർ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ലൈറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൻ ആ ലൈറ്റർ കയ്യിലെടുത്ത് വെച്ചിട്ട് ജോസഫ് അവനോട് ചെയ്ത ക്രൂരതകൾ പറയാണ്. അവന്റെ കണ്ണിങ്ങനെ ആവാനായിട്ടുള്ള കാരണം ജോസഫാണ്. ജോസഫ് അവനെ തട്ടിക്കൊണ്ടു പോയിട്ട് അവന്റെ കണ്ണ് പൊള്ളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എന്നെ വിട്ടു പോവാണെങ്കിൽ നിന്റെ കുടുംബത്തിനെ ഞാൻ തേടി വന്നിട്ട് നിന്റെ അച്ഛനെ അമ്മയും കൊന്നു കളയുന്നു. അതുകൊണ്ട് തന്നെ അലക്സിന് ജോസഫിനെ വിട്ടു പോകാനായിട്ട് പേടിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ജോസഫ് ജോസഫ് എന്ന് പറയുന്നത്. അലക്സിന് നല്ല പേടിയുണ്ട് അവന്റെ കുടുംബത്തിനെ ജോസഫ് കൊന്നു കളയുന്നു. പക്ഷെ ജോസഫ് ഇപ്പൊ ജീവനോടെ ഇല്ല. ജോസഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ ഒരാൾ കണ്ടില്ലേ, അങ്ങേര് മരണപ്പെട്ടു പോയി. എന്തായാലും അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ ആ ഗുഹയിലാണ് കിടന്നുറങ്ങുന്നത്. മീന കിടന്നുറങ്ങുന്ന നേരത്ത് അവള് പഴയ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സ്വപ്നം പോലെ മറ്റേ അമ്മയുടെ കാമുകൻ അമ്മയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മീനയുടെ റൂമിൽ കയറി ചെന്നു. മീന റൂം കുറ്റിയിട്ടിട്ടില്ലായിരുന്നു, ആ റൂമിൽ കയറി ചെന്നു. ഇതേ നേരം അമ്മ പൂസായി താഴെ ഹോളിൽ അങ്ങനെ കിടക്കാണ്. അപ്പൊ ഇങ്ങനെ ഈ സമയം മുതലെടുത്തിട്ട് മീനയുടെ അടുത്ത് വന്നിട്ട് അവളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. മീനയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും പ്രതികരിക്കാനായിട്ടും പറ്റുന്നില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പൊ ഇവളെന്താ ചെയ്യുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ വിരൽ പതിയെ എടുത്ത് വായിൽ വെക്കുകയാണ്. എന്നിട്ട് അങ്ങേരുടെ വിരലിൽ ഒറ്റ കടിയാണ്. എന്നിട്ട് ഇയാളുടെ കഴുത്തിൽ ചാടി കയറി പിടിച്ച് അങ്ങേരുടെ കഴുത്ത് കടിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങേര് വെറുതെ വിടും. ഇങ്ങേര് മീനേനെ താഴെ പിടിച്ച് കിടത്തിയിട്ട് അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഉള്ള ഒരു ബോൾ ഇല്ലായിരുന്നു, ആ ബോൾ എടുത്തിട്ട് മീനയുടെ തലയ്ക്ക് പല തവണയായിട്ട് അടിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അമ്മ താഴെ കിടന്നുറങ്ങുകയാണ്. എന്തായാലും മീനേനെ അടിച്ച് അവശതയാക്കുന്നുണ്ട്. എന്നിട്ട് അവളെ പൊക്കി എടുത്തോണ്ട് വീട്ടിന്റെ പുറത്ത് വരുന്നുണ്ട്. അവിടെ ഒരു കുഴി എടുക്കുകയാണ്. വീട്ടിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ കാടിനുള്ളിലാണ്. ആ കുഴിയിൽ അവളെ ജീവനോട് ഇട്ടിട്ട് അവളെ കുഴിച്ച് മൂടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവള് മരണപ്പെട്ടു പോകുന്നുണ്ട്. അവളുടെ മുഖം അങ്ങനെ ആവാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, ആ ഒരു നാറിയായിട്ടുള്ള കാമുകൻ തന്നെയാണ്. ഇതും കണ്ട് അവള് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. എണീറ്റ് നോക്കുമ്പോൾ മുമ്പിലായിട്ട് എന്തോ ഒരു രൂപമുണ്ട്. അവന്റെ കഴുത്തിലായിട്ട് കയറി പിടിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അലക്സ് ആണ്. അലക്സ് പെട്ടെന്ന് തന്നെ പേടിക്കണ്ട, ഇത് ഞാനാണ്, അലക്സ് ആണ്, എന്നെ വിടുമെന്ന് പറയുമ്പോൾ അവൾ അവനെ വിടുകയാണ്. അവനും പേടിച്ച് പിന്നിലോട്ട് മാറുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി, അവളെന്തോ ദുസ്വപ്നം കണ്ടിട്ട് അവനെ കയറി പിടിച്ചതാണെന്ന്. എന്തായാലും അവൻ അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയങ്ങളിലെല്ലാം ഇവർ രണ്ടുപേരും നല്ലൊരു കൂട്ടുകാരായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനുശേഷം നീന ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നീന ഇപ്പൊ പോകുന്നത് അലക്സിന് ഒരു ഫോൺ കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കാനായിട്ടാണ്. കാരണം പോലീസിനെ വിളിച്ചാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റും. നീന ആദ്യമൊന്നും ഇത് മനസ്സിലാക്കാതെയാണ് ആ പോലീസിനെ കൊന്നു കളഞ്ഞത്. എന്തായാലും ഇപ്പൊ നീനയ്ക്കും ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട് അലക്സിനെ അവന്റെ കുടുംബത്തിലോട്ട് എത്തിക്കണമെന്ന്. അങ്ങനെ നീന ഫോൺ തപ്പി ഇറങ്ങിയിട്ട് അവൾക്ക് ഫോൺ കിട്ടാത്തത് കൊണ്ട് തന്നെ ജോസഫിന്റെ ലൈറ്റർ എടുത്ത് ഒരു മരത്തിന്റെ സൈഡിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ കാട്ടിലോട്ട് 3 പേര് വരുന്നത്. അതും അലക്സിനെ തേടിക്കൊണ്ടാണ്. അലക്സിന്റെ മേലെ നല്ലൊരു എമൗണ്ട് ആണ് കണ്ടുപിടിച്ച് കൊടുത്താൽ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് കാട്ടിലോട്ട് അലക്സിനെ തപ്പാനായിട്ട്. ഇപ്പൊ അവരെ കണ്ടതും നമ്മുടെ മീന മരത്തിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറാനായിട്ട് തുടങ്ങും. മീന മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ആ 3 പേരും കൂടെ അങ്ങോട്ട് വന്നിട്ട് ഈ സ്ഥലത്തിനെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ എന്തോ മോൺസ്റ്റർ ഉണ്ട്, അതൊരു രാക്ഷസിയാണ്, അവൾ എല്ലാ ആൾക്കാരെയും കൊന്നു കളയും. അങ്ങനെ കൊല്ലാനുള്ള കാരണം മറ്റൊന്നുമല്ല, പണ്ട് അവളുടെ അമ്മയുടെ കാമുകനാണ് അവളെ കൊന്ന് കുഴിച്ചു മൂടി കളഞ്ഞത്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നീന പെട്ടെന്ന് തന്നെ അലക്സിന്റെ അടുത്ത് വന്നിട്ട് അവനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് നടന്ന് മാറിപ്പോവും. എന്നാൽ ഇതൊന്നും അവരാരും അറിയുന്നില്ല. എന്തായാലും നീന നടന്നു പോകുന്ന നേരത്ത് അലക്സിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഈ അലക്സിന് കാര്യം അറിയാതെ നീന നീന എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും ആ 3 പേര് അങ്ങോട്ട് വരുന്നത്. അവർ വന്നിട്ട് മോനെ നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ എന്തായാലും പോലീസുകാരുടെ അടുത്ത് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അലക്സിന് പോകാനായിട്ട് താല്പര്യമില്ല. കാരണം ജോസഫിനെ വിട്ടു പോയാൽ ജോസഫ് അവന്റെ കുടുംബത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇപ്പോഴും അലക്സ് വിശ്വസിച്ചിരിക്കുന്നത് ജോസഫ് ജീവനോടുണ്ട്. മീന പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നാണ്. മീന ജോസഫിനെ കൊന്നു എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം കള്ളമാണെന്നാണ്. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാനല്ല അലക്സ്, നിങ്ങൾ തേടുന്ന ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇവരുടെ ഉദ്ദേശം പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിലൊരാളുടെ തലയിൽ കോടാലി വന്ന് കയറുന്നത്. അത് നമ്മുടെ മീനയാണ് കേട്ടോ. മീനയ്ക്ക് മനുഷ്യരെ കൊല്ലാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാ മനുഷ്യരോടും വെറുപ്പാണ്. കാരണം അവളുടെ അമ്മയുടെ കാമുകൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെല്ലാരും കൊന്നു കളയുന്നത്. ഇപ്പൊ മീന കോടാലിയും പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഇവരുടെ കൂടെ വന്ന മറ്റേ മനുഷ്യൻ മീനനെ ആക്രമിക്കാനായിട്ട് ചെല്ലും. പക്ഷെ മീന ഒറ്റ വെട്ടാണ് അങ്ങേര് താഴെ വീഴുന്നുണ്ട്. പക്ഷെ അങ്ങേര് വിട്ടുകൊടുക്കത്തില്ല. അങ്ങേരുടെ കയ്യിൽ എന്തോ ഒരു കത്തി ഉണ്ടായിരുന്നു, ആ കത്തി എടുത്ത് മീനയുടെ കാലിൽ വെട്ടും. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തായാലും ഇനി സ്പീഡിൽ ഓടാനൊന്നും പറ്റത്തില്ല. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ പയ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതായത്
നേരെ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരു മുടിയൻ പയ്യൻ. അവൻ മീനയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇപ്പം മരിച്ച രണ്ടുപേരില്ലേ, അത് ആ പയ്യന്റെ അച്ഛനും അതുപോലെ തന്നെ കൊച്ചച്ഛനുമാണ്. എന്തായാലും ആ പയ്യൻ ഓടുന്നതിന്റെ പിന്നാലെ തന്നെ മീനയും കോടാലി എടുത്തിട്ട് അങ്ങനെ ഓടി ചെല്ലുകയാണ്. അങ്ങനെ ആ പയ്യൻ ഓടി ഓടി കാടിന്റെ പുറത്തെത്താണ്, നിലവിളിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന്. അപ്പോഴായിരിക്കും ഇവൻ ഓടുന്നതിന്റെ സൈഡിലൂടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിലെത്തിയതും ഒരു കാറ് വന്ന് അവനെ ഇടിക്കുകയാണ്. മീന ഇതെല്ലാം നോക്കി കാട്ടിൽ അങ്ങനെ നിൽപ്പുണ്ട്. ആ കാറുകാരെ അവനെ ഇടിച്ചിട്ടും കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവനെ രക്ഷിക്കാതെ അവിടെ നിന്ന് പോവാണ്. കാരണം കേസായാലോ. അതുകൊണ്ട് തന്നെ അവര് പോയതിനു ശേഷം മീന പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ആ പയ്യൻ ആകെ അവശതയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ മീന അവനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അവന്റെ പോക്കറ്റിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, ആ ഫോൺ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ആ ഫോണും എടുത്തിട്ട് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. മീനയ്ക്ക് ആ ഫോൺ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അലക്സിന് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ഫോൺ എടുത്ത് അലക്സിന്റെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവന് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അതിൽ ഫോൺ വിളിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ മീനയുടെ കൊടുത്തിട്ടാണ് അവൻ ടൈപ്പ് ചെയ്യുന്നത്. എന്തോ ഒരു നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ കോൾ ആക്കിയിട്ട് അലക്സ് ഫോൺ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് സംസാരിക്കുകയാണ്. അതൊരു ലേഡിയാണ്. അത് മറ്റാരും അല്ല, നമ്മുടെ അലക്സിന്റെ അമ്മ തന്നെയാണ്. പക്ഷെ അവൻ തിരിച്ചു മിണ്ടുന്നില്ല. അവൻ അവന്റെ അമ്മയുടെ വോയിസ് കേൾക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് പേടിയാണ്. ഇപ്പോഴും അവൻ വിശ്വസിച്ചിരിക്കുന്നത് ജോസഫ് ജീവനോട്ടുണ്ട്. അവന്റെ കുടുംബത്തിലോട്ട് പോയാൽ ജോസഫ് അവനെയും അവന്റെ കുടുംബത്തിനെയും കൊല്ലുമെന്നാണ്. എന്തായാലും അവൻ ഫോണിൽ സംസാരിക്കുന്നില്ല. ആ ശബ്ദം കേട്ടതിന് ശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. എന്തായാലും ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൻ മീനയോട് അവന്റെ വിഷമങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. ഞാനിപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുവാണെങ്കിൽ ആ ഒരു ജോസഫ് എന്നെ എന്റെ കുടുംബത്തിനെയും കൊന്നു കളയും. പക്ഷെ മീന അവനോട് പറയുന്നുണ്ട് ജോസഫ് ജീവനോടെ ഇല്ലാന്ന്. എന്നാലും അവൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അവൻ ഒരു കത്തി എടുത്ത് അവന്റെ ദേഷ്യം കാരണം അവന്റെ വിരളിൽ തന്നെ മുറിവുണ്ടാക്കുന്നുണ്ട്. എന്തായാലും മീന ആ കത്തിയൊക്കെ പിടിച്ച് മാറ്റിയതിനു ശേഷം നീ പേടിക്കണ്ട, എന്തായാലും ഞാൻ നിന്നെ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ച് ആ കാട്ടിലൂടെ നടന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മുമ്പിലായിട്ടൊരു വീട് കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അതിന്റെ ബേസ്മെന്റിൽ ആരും അറിയാതെ കയറുകയാണ്. എന്നിട്ട് ആ പയ്യനെ അവിടെ ആക്കിയിട്ട് മീന മുകളിലോട്ട് കയറി ചെല്ലുന്നുണ്ട് ആ വീട്ടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാനായിട്ട്. അങ്ങനെ ഹോളിലെല്ലാം പരതി നടക്കുമ്പോഴായിരിക്കും ഒരു സൈഡിൽ നിന്ന് ഫോൺ കോൾ കേൾക്കുന്നത്. പക്ഷേ ആരും അങ്ങോട്ട് വന്ന് ഫോൺ എടുക്കുന്നില്ല. അപ്പോഴായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വോയിസ് മെയിൽ അയക്കുന്നത്. അതിലൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കാട്ടിൽ പോയിട്ട് അവളുടെ ഭർത്താവിന്റെ കൂടെ അലക്സിനെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വീട്ടിലുള്ളത് അവരുടെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാനായിട്ടാണ് വോയിസ് മെയിൽ അയച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് മീന ആ ഫോണിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അടുപ്പിലായിട്ട് കുക്കറിൽ എന്തോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോൺ നോക്കാതെ അവള് പോയിട്ട് ആ കുക്കർ നോക്കി നിൽക്കുമ്പോഴായിരിക്കും അവളുടെ പിന്നിൽ ഒരു ലേഡി വന്ന് നിൽക്കുന്നത്. ഈ വീട്ടിലുള്ള ആ ഒരു സ്ത്രീ. ആ സ്ത്രീ ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ടാണ് മീനയുടെ നേരെ ചൂണ്ടുന്നത്. എന്നാൽ അവളൊരു സാത്താനാണ്. അവളെ ഷൂട്ട് ചെയ്താലും അവള് ചാവത്തൊന്നുമില്ല. എന്തായാലും മീന പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഫോൺ ഒന്ന് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ആ ലേഡി നിന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്നായിരിക്കും ആ ലേഡിയുടെ ദേഹത്തോടെ ഒരു കത്തി കയറുന്നത്. അവരവിടെ തന്നെ മരണപ്പെട്ട് താഴെ വീഴുന്നുണ്ട്. അത് ചെയ്തത് മറ്റാരും അല്ല, നമ്മുടെ അലക്സ് ആണ്. അലക്സ് മീനയെ രക്ഷിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ മീനനെ ഷൂട്ട് ചെയ്താലും അവള് ചാവത്തില്ല, ഓൾറെഡി അവള് മരിച്ചു പോയതാണ്. പിന്നീട് മീന അവനെ വിളിച്ചിരുത്തി ഒരു ബൗളിൽ സൂപ്പ് എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. അവനും അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അത് ആ ലേഡി ഉണ്ടാക്കിയത് തന്നെയാണ്, നേരത്തെ മരണപ്പെട്ടു പോയ ആ ലേഡി. പക്ഷെ മീന ഫുഡ് കഴിക്കുന്നില്ല. അവള് സാത്താനാണല്ലോ, അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നില്ല. ഇനി കഴിക്കണമെങ്കിൽ തന്നെ അവൾക്ക് മനുഷ്യ ഇറച്ചിയേ പറ്റത്തുള്ളൂ. പിന്നെ അവൾക്ക് മനുഷ്യനെ കൊല്ലുന്നതിൽ പാവമൊന്നും തോന്നാറില്ല, കാരണം അവളെ ഒരു മനുഷ്യനാണ് ഉപദ്രവിച്ചത്. പിന്നെ അലക്സിനെ എന്താ കൊല്ലാത്തതെന്ന് ചോദിച്ചാൽ അവനോട് ചെറിയൊരു പാവം അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ സഹായിക്കാനായിട്ട് അവൾ നിൽക്കുന്നത്. എന്തായാലും അലക്സ് ഇപ്പൊ സൂപ്പ് കുടിച്ച് കഴിയുന്നുണ്ട്. വീണ്ടും മീനയോട് സൂപ്പ് ചോദിക്കുകയാണ്. അവള് പോയി സൂപ്പ് എടുക്കുന്നുണ്ട്. അതും അടുക്കളയിൽ നിന്നാണ്. അവിടെ തന്നെ ആ ലേഡി മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരെ ക്രോസ് ചെയ്ത് മീന പോയി സൂപ്പ് എടുത്തിട്ട് തിരിച്ചു വന്ന് അവന് കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഇപ്പൊ ഈ വീട്ടിൽ ആരുമില്ല, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരുപാട് ഫുഡുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സുണ്ട്. അപ്പൊ കുറച്ച് നാൾ ഇവിടെ താമസിക്കാന്ന് അവനോട് പറയുമ്പോൾ അവനെന്തോ വിഷമം തോന്നിയിട്ട് മീനേനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതിനുശേഷം മീന ആ വീട്ടിൽ തന്നെയുള്ള ഒരു റൂമിൽ വരുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാടധികം ഡ്രസ്സുണ്ട്. അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്ത് അവൾ അവളുടെ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് ആ ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട്. അപ്പൊ അവൾ അവിടെ നോക്കുമ്പോൾ ഒരു കണ്ണാടി കാണുന്നുണ്ട്. ആ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ അവളുടെ മുഖത്തെല്ലാം ഒരുപാട് പാടുകളുണ്ട്. അതുപോലെ തന്നെ ആ പാടുകൾ ഇപ്പൊ ചെറുതായി ഉണങ്ങി വരുന്നുണ്ട്. അത് അവിടെ നിന്ന് ഇല്ലാതായി പോകുന്നത് പോലെ. എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൾ താഴെ വന്നിട്ട് ആ സൂപ്പ് എടുത്തൊന്ന് കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ ഓക്കാനിക്കുകയാണ്. അവളെ കൊണ്ട് മനുഷ്യ മാംസം മാത്രമേ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു മാംസം. എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ അവൾ ആ ഒരു ഫോൺ എടുത്തിട്ട് അലക്സ് നേരത്തെ വിളിച്ച നമ്പറിൽ വിളിക്കുകയാണ്. അലക്സിന്റെ അമ്മ ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ മീന ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ അലക്സിന്റെ അമ്മ കരഞ്ഞു പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ പറ്റിക്കല്ലേ, എന്റെ മോൻ കാണാതെ പോയി, അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അവനാണ് എന്നെ വിളിക്കുന്നതെന്ന്, അതുകൊണ്ട് എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഇതിനുശേഷം മീന പുറത്തോട്ട് പോയിട്ട് ആ ഒരു ലേഡിയുടെ ബോഡിയും കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു ലേഡിയുടെ ബോഡി ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ട് അവൾ തിന്നാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവൾക്ക് തിന്നാനായിട്ട് മനസ്സ് വരുന്നില്ല. അവളുടെ മനസ്സൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരെല്ലാരും മോശപ്പെട്ട ആൾക്കാരല്ല, കാരണം നല്ല ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ മോശപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൊല്ലേണ്ട കാര്യമില്ല. അത് അവൾക്ക് അലക്സിന്റെ അമ്മേനെ വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവളിത് കഴിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അവൾ പെട്ടെന്ന് തന്നെ ഒരു ഓർമ്മയിലോട്ട് പോകുന്നത്. അവള് ആ കുഴിയിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അതും ദിവസങ്ങൾക്ക്
ശേഷമാണ്. അത് സാധാരണ ഒരു മനുഷ്യനായിട്ടല്ല, ഒരു സാത്താനായിട്ടായിരുന്നു എണീറ്റിരുന്നത്. അവൾ എണീറ്റ് കയ്യിലൊരു കോടാലിയും പിടിച്ച് വീട്ടിന്റെ അടുത്ത് വരുമ്പോൾ അമ്മ കുറച്ച് ദിവസമായിട്ട് അവൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോഴും കാമുകന് സംശയമില്ല. പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ കാമുകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ മീനയ്ക്ക് ദേഷ്യമായിട്ട് വീട്ടിനുള്ളിൽ കയറി ചെല്ലും. ആ ഒരു കോടാലിയൊക്കെ എടുത്തിട്ട് അമ്മ മീനയെ കണ്ടതും മീനയുടെ അടുത്ത് വരുന്നുണ്ട്. എന്റെ മോൾക്ക് എന്താ പറ്റിയത്, ആരാ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. എവരോട് മീന പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇയാൾ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല, ഇയാളെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന്. പക്ഷെ അമ്മ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കോടാലി എടുത്ത് അമ്മയുടെ കഴുത്ത് നോക്കി ഒറ്റ വെട്ടാണ്. അവിടെ വെച്ച് തന്നെ അമ്മയുടെ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും മീന ഈ സ്വപ്നം കാണുന്ന നേരത്ത് ഈ വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നേരത്തെ ഫോണിൽ ഒരു പെൺകുട്ടി വിളിച്ചില്ലേ, ആ പെൺകുട്ടി തന്നെ. ആ പെൺകുട്ടി വീട്ടിനുള്ളിൽ കയറി നോക്കുകയാണ്. ഇതേ നേരം തന്നെ മീന ആ ഷെഡിൽ ഇരിപ്പുണ്ട്. പക്ഷെ അവൾക്ക് ആ ബോഡി കഴിക്കാനായിട്ട് മീന പെട്ടെന്നായിരിക്കും മീന എന്ന് അലക്സ് വിളിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഷെഡിന്റെ പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ രണ്ടാൾക്കാർ അലക്സിനെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ്. മീന വിടില്ല. ആ വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ട് വണ്ടിയിൽ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറുന്നുണ്ട്. ഈ നേരം വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലക്സ് വണ്ടിക്കുള്ളിലുണ്ട്. ഇപ്പൊ മീന ചെന്നിട്ട് പതിയെ ബാക്കിലുള്ള വിൻഡോ വഴി ഒന്ന് കൊട്ടി അലക്സിനെ വിളിച്ചിട്ട്, ഒന്നും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഡ്രൈവർ ഈ കാര്യം കണ്ട് പേടിക്കുകയാണ്. എന്നിട്ട് വണ്ടി വെട്ടിച്ചു മാറ്റി ഒരു സൈഡിൽ കൊണ്ടുവന്ന് കുത്തനെ മറിക്കുകയാണ്. മീന വണ്ടിയിൽ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്. അവൾക്ക് ബോധം വന്ന് എണീറ്റതും അവള് വണ്ടിയിൽ ചെന്ന് നോക്കുകയാണ്. അതിനുള്ളിൽ ഡ്രൈവർ ഇല്ല. ഡ്രൈവർ പുറത്ത് തെറിച്ചു വീണിട്ടുണ്ട്. പക്ഷേ ഡ്രൈവറിന്റെ ഭാര്യയുണ്ട്. അതുപോലെ അലക്സിന്റെ വയറ്റിൽ എന്തോ കുത്തി കയറിയിട്ട് അവൾ അതിനുള്ളിൽ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഭാര്യ പോലീസിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും മീനേനെ അവർ കാണുന്നത്. അവർ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ മീന അവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അവൾക്ക് മനസ്സിലായി എല്ലാ മനുഷ്യരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ ലേഡിയോട് മീനേനെ സഹായിക്കാനായിട്ട് പറയും, അലക്സിനെ പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അവന്റെ വയറ്റിൽ എന്തോ കുത്തി കയറിയിരിപ്പുണ്ട്. അങ്ങനെ പുറത്തെടുത്താൽ അവൻ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ലേഡിക്ക് നല്ല വിഷമമുണ്ട്. ഭർത്താവിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മീനെ പുറത്തോട്ടിറങ്ങി പൊയ്ക്കോളാൻ പറയും. ആ ലേഡിയും പുറത്തോട്ടിറങ്ങി പോവാണ്. ഇപ്പൊ മീനെ പതിയെ വന്നിട്ട് അലക്സിന്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവനോട് പറയുന്നുണ്ട്, ഇനി നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല, അതിന്റെ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം. അതുപോലെ തന്നെ നിന്റെ അമ്മ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ എന്തായാലും നിന്റെ അമ്മയെടുത്ത് പോകണം. കാരണം നിന്റെ അമ്മയ്ക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. അതുപോലെ ജോസഫിനെ ഓർത്ത് നീ പേടിക്കേണ്ട കാര്യമില്ല. ജോസഫിനെ ഞാൻ കൊന്നു കളഞ്ഞു. ഇതെല്ലാം എന്റെ വാക്കാണ്. നീ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പോഴായിരിക്കും കുറെ അധികം പോലീസുകാരും അതുപോലെ തന്നെ ആംബുലൻസും വന്നിട്ട് അലക്സിനെ ആ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി ജീവനോടെ തന്നെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അവൻ നിലവിളിക്കുന്നുണ്ട്, മീന മീന എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ട് മീന ഒരു സൈഡിൽ മാറി നിൽപ്പുണ്ട്. അവൾക്ക് അവനെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ അവന് പുറത്തു പോയാൽ കണ്ണിന് സർജറി ചെയ്യാം, കണ്ണിന് കാഴ്ച വരും, അതുപോലെ തന്നെ നല്ലൊരു ജീവിതം കിട്ടും. എന്തിനാണ് ഈ കാട്ടിൽ കിടന്ന് നരകിക്കുന്നത്? അതുകൊണ്ടൊക്കെ തന്നെ അവൾ അത് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ അവൾ അവളുടെ വീട്ടിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം പ്രേതാലയം പോലെ കണ്ടില്ലേ ഒരു വീട്, ആ വീട്ടിൽ അവിടെ തന്നെ പോലീസുകാര് സീസ് ചെയ്തിട്ടുണ്ട്. കുറെ വള്ളികളൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ആരും ഉള്ളിൽ കയറാതിരിക്കാനായിട്ട് കുറച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ മീന അയാൾ അറിയാതെ തന്നെ വീട്ടിനുള്ളിൽ കയറിയിട്ട് അവളുടെ റൂമിൽ വരികയാണ്. അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് തുണി, അതുപോലെ തന്നെ അവൾ വരച്ച ചിത്രങ്ങള്, പിന്നെ അവളുടെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഉള്ള ആ ഒരു ബോള്, ഇതെല്ലാം എടുത്തൊരു ബാഗിലാക്കിയിട്ട് അവൾ അവിടെ നിന്ന് നടന്നു തുടങ്ങുകയാണ്. ഒരു പുഴക്കരയിൽ വന്നിരുന്നിട്ട് അവൾ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ ജീവിത സാഹചര്യം കാരണം അതൊന്നും നടന്നില്ല. അങ്ങനെ ചിത്രമൊക്കെ വരച്ചതിന് ശേഷം അവൾ അവളുടെ ബാഗും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് നടന്നു തുടങ്ങുകയാണ്. അതും ഇപ്പൊ റോഡിലൂടെയാണ് നടന്നു പോകുന്നത്. പോകുന്ന വഴി ഒരു ലേഡി കാറും കൊണ്ട് പിന്നാലെ വരികയാണ്. എന്നിട്ട് മീനയോട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു പെൺകുട്ടി ഈ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് സേഫ് അല്ല. മോൾക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആക്കാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീനയും പതിയെ ചെന്ന് കാറിൽ കയറുകയാണ്. കാറിൽ കയറുന്ന സമയത്ത് അവളുടെ മുഖത്തിന് കുഴപ്പമില്ല. അവളുടെ മുഖത്തിലുള്ള എല്ലാ പാടും മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇത്രയും നാള് അവളൊരു സാത്താനായിരുന്നു, എല്ലാരെയും കൊല്ലണം അങ്ങനെ ചിന്താഗതിയിൽ നടന്നൊരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അലക്സിനെ കണ്ടതിന് ശേഷം നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാരെയും കൊല്ലേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ രൂപം അതിനനുസരിച്ച് മാറി. ഇനി ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവളെ ശിക്ഷിക്കാനോ ഒന്നിനും മീന പോകത്തില്ല. എന്തായാലും ഇപ്പൊ അവൾ ആ കാറിൽ കയറി പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ.